എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ആത്മീയ നമസ്കാരം. മലയാളക്കര ഒന്നടങ്കം വലിയ ഭയത്തോടെയും എന്നാൽ അതിനേക്കാൾ വലിയ ആത്മീയ ഭക്തിയോടെയും കാത്തിരിക്കുന്ന ദുരിതക്കർക്കടകത്തിന്റെ കറുത്ത ദിനങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. കർക്കടകമാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ ഏതൊരു സാധാരണക്കാരന്റെയും മനസ്സിൽ ഒരു ഭയം നിഴലിക്കാറുണ്ട്. അത് വെറുതെ തോന്നുന്നൊരു പേടിയല്ല. പ്രകൃതിയും മനുഷ്യനും ഒരുപോലെ പരീക്ഷിക്കപ്പെടുന്ന പ്രപഞ്ചത്തിലെ നെഗറ്റീവ് ഊർജം അതിന്റെ ഏറ്റവും ഉയർന്ന തലത്തിലെത്തുന്ന ഒരു സവിശേഷ കാലഘട്ടമാണിത്. ജ്യോതിഷശാസ്ത്രപ്രകാരവും നമ്മുടെ കേരള പഞ്ചാംഗപ്പടിയും പരമ്പരാഗത ഹൈന്ദവ വിശ്വാസങ്ങളനുസരിച്ചും കർക്കടകമാസമെന്നാൽ കേവലം മഴക്കാലത്തിന്റെ കഷ്ടപ്പാടുകൾ മാത്രമല്ല, ഒട്ടനവധി ദോഷങ്ങളുടെയും നെഗറ്റീവ് ഊർജങ്ങളുടെയും പിതൃശാപങ്ങളുടെയുമൊക്കെ സമയമാണ്. സൂര്യൻ മിഥുനം രാശിയിൽ നിന്നും കർക്കടകം രാശിയിലേക്ക് സംക്രമിക്കുന്ന ഈ ഒരു പുണ്യദിനം മുതലാണ് സൂര്യന്റെ ദക്ഷിണായന കാലഘട്ടം ആരംഭിക്കുന്നത്. ജ്യോതിഷശാസ്ത്രപ്രകാരം ദക്ഷിണായനം എന്നത് ദേവന്മാർക്ക് രാത്രികാലവും പിതൃക്കൾക്ക് പകൽക്കാലവുമാണ് എന്നാണ് വിശ്വാസം. അതുകൊണ്ടുതന്നെ ഭൂമിയിൽ പോസിറ്റീവ് ഊർജത്തിന്റെ അളവ് കുറയുകയും നെഗറ്റീവ് ഊർജത്തിന്റെ സ്വാധീനം വളരെ ശക്തമായി മാറുകയും ചെയ്യുന്ന ഒരു സമയമാണിത്. ഈ കറുത്ത ദിനങ്ങളിൽ നമ്മുടെ ജാതകത്തിലെ ദോഷങ്ങളും വാസ്തുദോഷങ്ങളും പിതൃക്കളുടെ കോപവുമൊക്കെ വളരെ പെട്ടെന്ന് ഉണർന്നു പ്രവർത്തിക്കാൻ തുടങ്ങും. നമ്മുടെ പൂർവികരും ആചാര്യന്മാരും ജ്യോതിഷ പ്രവചനങ്ങളിലൂടെയും കേരള പഞ്ചാംഗത്തിലെ വിധികളിലൂടെയും ഒട്ടനവധി കാര്യങ്ങൾ ഈ മാസത്തെക്കുറിച്ച് രേഖപ്പെടുത്തിവച്ചിട്ടുണ്ട്. കർക്കടകമാസത്തിൽ നമ്മുടെ ജീവിതത്തെയും കുടുംബത്തെയും തകർക്കാൻ പോകുന്ന കടുത്ത 7 ദോഷങ്ങളെക്കുറിച്ചും അവ നമ്മുടെ പടിവാതിൽക്കൽ എത്തിനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലക്ഷണങ്ങളെക്കുറിച്ചും അതിനുള്ള ഉടനടിയുള്ള ആത്മീയ പരിഹാരങ്ങളെക്കുറിച്ചും വളരെ ദീർഘമായി തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ചർച്ച ചെയ്യാം. മെഡിക്കൽ സയൻസോ ഡോക്ടർമാരോ പറയുന്ന കാര്യങ്ങളല്ല ഇവ, മറിച്ച് പൂർണ്ണമായും നമ്മുടെ സനാതനധർമ്മത്തിലും ജ്യോതിഷവിധിപ്രകാരവുമുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത്. ആദ്യമായി നമ്മൾ ദീർഘമായി ചിന്തിക്കേണ്ടത് കർക്കടകമാസത്തിൽ നമ്മുടെ ശരീരത്തിലും മനസ്സിലും അനുഭവിക്കുന്ന കടുത്ത ജാതകദോഷങ്ങളെയും ഗ്രഹപ്പിഴകളെയും കുറിച്ചാണ്. കർക്കടകമാസം പിറക്കുന്നതോടെ പലർക്കും ശരീരത്തിന് അകാരണമായ ഭാരക്കൂടുതൽ അനുഭവപ്പെടാറുണ്ട്. എത്ര ഉറങ്ങിയാലും മാറാത്ത കടുത്ത ക്ഷീണം, എപ്പോഴും ഉറക്കം തൂങ്ങുന്ന അവസ്ഥ, ഒരു കാര്യത്തിലും കൃത്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ട്, കൈകാലുകളിൽ എപ്പോഴും അനുഭവപ്പെടുന്ന ഒരു വിറയലോ അല്ലെങ്കിൽ അനാവശ്യമായ തണുപ്പോ, മനസ്സിലെപ്പോഴും എന്തോ വലിയൊരാപത്ത് വരാൻ പോകുന്നു എന്ന രീതിയിലുള്ള ഭയവും അനാവശ്യമായ ഉത്കണ്ഠയും നിറയുക, സ്വന്തം വീട്ടിൽ ഇരിക്കുമ്പോൾ പോലും ഒട്ടും സമാധാനം കിട്ടാതെ വരിക എന്നിവയൊക്കെ ഇതിന്റെ ആദ്യത്തെ പ്രധാന ലക്ഷണങ്ങളാണ്. ഇതിനെ കേവലം ഒരു കാലാവസ്ഥാ വ്യതിയാനമെന്നോ അല്ലെങ്കിൽ ശരീരത്തിനുണ്ടാകുന്ന ഒരു സാധാരണ ക്ഷീണമോ തളർച്ചയോ ആയി കണ്ട് ആരും തള്ളിക്കളയരുത്. ജ്യോതിഷപ്രകാരം കർക്കടകത്തിൽ സൂര്യന്റെ കിരണങ്ങൾക്ക് ശക്തി കുറയുകയും ചന്ദ്രന്റെ സ്വാധീനം വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ആത്മീയ ശക്തിക്ക് ജ്യോതിഷപരമായി വലിയ ക്ഷയം സംഭവിക്കുന്നു. മനുഷ്യശരീരത്തിലെ 7 ചക്രങ്ങളെയും ബാധിക്കുന്ന തരത്തിലുള്ള വലിയ മാറ്റങ്ങളാണ് പ്രപഞ്ചത്തിൽ ഈ സമയത്ത് നടക്കുന്നത്. ഈ സമയത്താണ് നമ്മുടെ ജാതകത്തിലെ രാഹു, കേതു, ശനി തുടങ്ങിയ ക്രൂരഗ്രഹങ്ങളുടെ ദോഷങ്ങൾ ശരീരത്തിലേക്ക് ആവാഹിക്കപ്പെടുന്നത്. ജാതകത്തിൽ ഏഴരശനിയോ അഷ്ടമശനിയോ കണ്ടകശനിയോ അല്ലെങ്കിൽ രാഹുദശയോ ഒക്കെയുള്ളവർക്ക് ഈ കർക്കടകമാസത്തിൽ അതിന്റെ ദോഷഫലങ്ങൾ ഇരട്ടിയായിരിക്കും. ശരീരത്തിൽ നെഗറ്റീവ് ഊർജം നിറയുമ്പോഴാണ് ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടാകുന്നത്. ഇത് നിങ്ങളുടെ ആയുസ്സിനെയും ആരോഗ്യത്തെയും ഒരുപോലെ ബാധിക്കുകയും ദീർഘകാല രോഗങ്ങൾക്ക് കാരണമാവുകയും ചെയ്യും. ജാതകപ്രകാരം ലഗ്നവും ചന്ദ്രനും ദുർബലമാകുന്ന ഈ അവസ്ഥയിൽ മനുഷ്യന്റെ രോഗപ്രതിരോധ ശേഷി മാത്രമല്ല ആത്മവീര്യവും കുറയുന്നു. ഇതിനുള്ള കൃത്യമായ ആത്മീയ പരിഹാരമായി കേരള പഞ്ചാംഗത്തിലും നമ്മുടെ ആചാരങ്ങളിലും പറയുന്നത് കർക്കടകമാസം മുഴുവൻ ദിവസവും സന്ധ്യാസമയത്ത് ദേഹശുദ്ധി വരുത്തിയ ശേഷം വീടുകളിൽ ഔഷധക്കഞ്ഞി അഥവാ കർക്കടകക്കഞ്ഞി തയ്യാറാക്കി കഴിക്കുക എന്നതാണ്. നവരാരിയും ദശപുഷ്പങ്ങളായ ചെറുള, തിറുതാളി, പൂവാങ്കുറുനില, മുയൽച്ചെവിയൻ, ഒരില, മൂവില, കറുക, നിലപ്പന, വിഷ്ണുക്രാന്തി ഉപയോഗിക്കുന്ന ആത്മീയ ഔഷധക്കൂട്ടുകളും ജീരകവും ഉലുവയും ചേർത്ത് തയ്യാറാക്കുന്ന ഈ കഞ്ഞി കേവലമൊരു ഭക്ഷണമല്ല, മറിച്ച് ശരീരത്തിലെ ദോഷങ്ങളെയും നെഗറ്റീവ് ഊർജത്തെയും പുറന്തള്ളാനുള്ള ഒരു ദിവ്യ ഔഷധമാണ്. ഒപ്പം തന്നെ കുളിക്കുന്ന വെള്ളത്തിൽ അല്പം തുളസിയിലയോ അല്ലെങ്കിൽ വേപ്പിലയോ ഇട്ട് കുളിക്കുന്നത് ശരീരത്തിൽ പടർന്നു പിടിക്കുന്ന ഈ നെഗറ്റീവ് തണുപ്പിനെയും ഗ്രഹപ്പിഴകളെയും പൂർണ്ണമായി മാറ്റാൻ സഹായിക്കും. കൂടാതെ ദിവസവും രാവിലെ സൂര്യഭഗവാന്റെ മന്ത്രങ്ങൾ ജപിക്കുന്നതും ആദിത്യ ഹൃദയ സ്തോത്രം പാരായണം ചെയ്യുന്നതും ശരീരത്തിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ ഉത്തമമാണ്. രണ്ടാമത്തെ ഏറ്റവും കടുത്ത ദോഷം എന്ന് പറയുന്നത്
നമ്മുടെ കുടുംബത്തെയും വംശത്തെയും മൊത്തത്തിൽ തകർക്കാൻ കെൽപ്പുള്ള നാഗകോപവും സർപ്പദോഷവുമാണ്. ഈ മാസത്തിലെ കറുത്ത അന്തരീക്ഷത്തിൽ നിങ്ങളുടെ വീടിന്റെ ഉമ്മറത്തോ പൂജാമുറിയുടെ പരിസരത്തോ അല്ലെങ്കിൽ വീട്ടുപറമ്പിലോ തുടർച്ചയായി പാമ്പ്, പഴുതാര, തേള്, കറുത്ത അട്ട തുടങ്ങിയ വിഷജീവികൾ പ്രത്യക്ഷപ്പെടുകയോ അവ നിങ്ങളുടെ വീടിനുള്ളിലേക്ക് പ്രവേശിക്കാൻ ശ്രമിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അത് നാഗദോഷത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. സാധാരണയായി മഴക്കാലത്ത് ഇഴജന്തുക്കൾ പുറത്തിറങ്ങുന്നത് പ്രകൃതി നിയമമാണ് എന്ന് കരുതി ഇതിനെ നിസ്സാരവൽക്കരിക്കരുത്. കേരള പഞ്ചാംഗപ്രകാരം ഈ മാസത്തിൽ നാഗദേവതമാരുടെ കോപവും ദൃഷ്ടിയും വീടുകളിൽ ദൃശ്യമാകാൻ സാധ്യത വളരെ കൂടുതലാണ്. പുരാണങ്ങളനുസരിച്ച് ഈ കാലഘട്ടം നാഗങ്ങളുടെ ഭൂമിയിലെ സഞ്ചാരകാലമാണ്. പ്രത്യേകിച്ച് ജാതകത്തിൽ സർപ്പദോഷമോ രാഹു-കേതുദോഷങ്ങളോ അല്ലെങ്കിൽ മുൻതലമുറകളിൽ ആരെങ്കിലും നാഗപ്രീതി വരുത്താതെ ഇരുന്നിട്ടുണ്ടെങ്കിലോ അവരുടെ വീടുകളിലാണ് ഇത്തരത്തിൽ ഇഴജന്തുക്കൾ തുടർച്ചയായി ഭയമുണർത്തുന്ന രീതിയിൽ പ്രത്യക്ഷപ്പെടുന്നത്. ഇത് ആ വീട്ടിൽ വരാൻ പോകുന്ന വലിയൊരു ആപത്തിന്റെ, അതായത് പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, കുടുംബത്തിൽ ആർക്കെങ്കിലും ഉണ്ടാകുന്ന മാരകമായ രോഗങ്ങൾ അല്ലെങ്കിൽ മരണതുല്യമായ കഷ്ടപ്പാടുകൾ എന്നിവയൊക്കെ സംഭവിക്കുമെന്നതിന്റെ വലിയൊരു പ്രവചനമാണ്. വീടിന്റെ വടക്കു പടിഞ്ഞാറെ കോണിലോ അല്ലെങ്കിൽ കന്നിമൂലയിലോ ഇത്തരം ജീവികളെ കാണുന്നത് സർപ്പകോപം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ അടയാളമാണ്. ഇതിനുള്ള പരിഹാരമായി നമ്മൾ ചെയ്യേണ്ടത് വീടും പരിസരവും എപ്പോഴും ശുദ്ധിയായി സൂക്ഷിക്കുക എന്നത് മാത്രമല്ല, നാഗദേവതമാരുടെ പ്രീതിക്കായി അടുത്തുള്ള സർപ്പക്കാടുകളിലോ നാഗരാജക്ഷേത്രങ്ങളിലോ ചെന്ന് ജാതകപ്രകാരം നാഗരൂട്ട്, സർപ്പബലി, നൂറും പാലും അല്ലെങ്കിൽ കളമ്പാട്ട് തുടങ്ങിയ വഴിപാടുകൾ കൃത്യമായി ചെയ്യുക എന്നതാണ്. ഈ മാസത്തിൽ വരുന്ന ആയില്യം നക്ഷത്ര ദിവസം നാഗങ്ങൾക്ക് പ്രത്യേക പൂജകൾ നടത്തുന്നത് ഏറ്റവും വിശേഷപ്പെട്ടതാണ്. കൂടാതെ ദിവസവും സന്ധ്യാസമയത്ത് വീടിന്റെ 4 കോണുകളിലും അല്പം മഞ്ഞൾപ്പൊടിയും കരിഞ്ജീരകവും വേപ്പിലയും ചേർത്ത് പുകയ്ക്കുന്നത് ഇത്തരത്തിലുള്ള നാഗദോഷങ്ങളെ അകറ്റി നിർത്താനും വിഷജീവികളുടെ ശല്യം ഇല്ലാതാക്കാനും സഹായിക്കും. വീട്ടിൽ നാഗചിത്രങ്ങളുണ്ടെങ്കിൽ അതിനു മുന്നിൽ ഈ മാസത്തിൽ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്നതും സർപ്പകോപം തണുപ്പിക്കാൻ സഹായിക്കും. മൂന്നാമതായി നമ്മൾ ചിന്തിക്കേണ്ടത് വീടുകളിലുണ്ടാകുന്ന ജ്യേഷ്ഠാഭഗവതിയുടെ സാന്നിധ്യം അഥവാ ദാരിദ്ര്യദോഷത്തെക്കുറിച്ചാണ്. ഈ മാസത്തെ ദുരിതകാലം എന്ന് വിളിക്കാൻ തന്നെ പ്രധാന കാരണം ഇതാണ്. ഈ സമയത്ത് നിങ്ങളുടെ വീട്ടിലെ നിലവിളക്കുകൾ ലക്ഷണമില്ലാതെ തനിയെ കെട്ടുപോകുക, പൂജാമുറിയിലെ ദൈവചിത്രങ്ങൾ അകാരണമായി താഴെ വീണുപൊട്ടുക, വീട്ടുപകരണങ്ങൾ തുടർച്ചയായി കേടുവരിക, അടുക്കളയിലെ വെങ്കലപാത്രങ്ങളോ മൺപാത്രങ്ങളോ കയ്യിൽ നിന്ന് വീണ് അടിക്കടി പൊട്ടുക, ഭഗവാന് വെച്ച നിവേദ്യത്തിൽ ഉറുമ്പോ പുഴുക്കളോ വളരെ പെട്ടെന്ന് വരിക, വീട്ടിൽ എപ്പോഴും പണത്തിന് കടുത്ത ക്ഷാമം അനുഭവപ്പെടുക എന്നിവയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് വലിയൊരു ദോഷസൂചനയാണ്. ജ്യോതിഷപ്രകാരം ലക്ഷ്മീദേവി ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങാൻ ഭാവിക്കുന്നു എന്നതിന്റെയും മൂദേവി അഥവാ ജ്യേഷ്ഠാഭഗവതി നിങ്ങളുടെ വീട്ടിൽ കുടിയിരിപ്പുറപ്പിച്ചു കഴിഞ്ഞു എന്നതിന്റെയും കടുത്ത തെളിവാണിത്. കടുത്ത ധനനഷ്ടവും ദാരിദ്ര്യവും കടക്കെണിയും ബിസിനസ്സിൽ തകർച്ചയും നിങ്ങളെ തേടിവരുന്നു എന്നാണ് ഇത് കാണിക്കുന്നത്. ഒരു വീടിന്റെ ഐശ്വര്യമില്ലാതാകുമ്പോൾ ആ വീട്ടിലെ സ്ത്രീകളുടെ മനസ്സിൽ എപ്പോഴും അകാരണമായ കലഹങ്ങളും ദേഷ്യവും ഉണ്ടാകും. അതും ജ്യേഷ്ഠാഭഗവതിയുടെ സാന്നിധ്യത്തിന്റെ ലക്ഷണമാണ്. ഇതിനുള്ള ആത്മീയ പരിഹാരമായി ഈ മാസത്തിൽ ദിവസവും രാവിലെയും വൈകുന്നേരവും വീടും മുറ്റവും ചാണകം തളിച്ച് ശുദ്ധിയാക്കണം. ചാണകത്തിന് ലക്ഷ്മി സാന്നിധ്യം ഉള്ളതിനാൽ ജ്യേഷ്ഠാഭഗവതി വീട് വിട്ടുപോകും എന്നാണ് ഹൈന്ദവ വിശ്വാസം. കൂടാതെ വീടിന്റെ പ്രധാന വാതിലിനു മുന്നിൽ കരിഞ്ജീരകവും വെളുത്തുള്ളിയും ഒരു ചുവന്ന തുണിയിൽ കെട്ടിത്തൂക്കുന്നത് നെഗറ്റീവ് ഊർജത്തെ പുറത്താക്കാനും ലക്ഷ്മീദേവിയെ ആനയിക്കാനും സഹായിക്കും. കൂടാതെ ഈ മാസത്തിന്റെ അവസാന ദിവസം വീട് മുഴുവൻ അടിച്ചുവാരി വൃത്തിയാക്കി ജ്യേഷ്ഠാഭഗവതിയെ പുറത്താക്കി ശ്രീഭഗവതിയെ കുടിയിരുത്തുന്ന ചേട്ടാഭഗവതിയെ പുറത്താക്കൽ ചടങ്ങ് നമ്മുടെ നാട്ടിൽ പതിവുള്ളതാണ്. പഴയ സാധനങ്ങളും ചേട്ടയുമൊക്കെ വീടിനു പുറത്തു കളഞ്ഞ് വീട് കഴുകി വൃത്തിയാക്കി കനലാടി മഞ്ഞൾ വെള്ളം തളിച്ച് ലക്ഷ്മീദേവിയെ ആനയിക്കുന്ന ഈ ചടങ്ങ് ചെയ്യുന്നതിലൂടെ വീട്ടിലെ ദാരിദ്ര്യദോഷം മാറി ഐശ്വര്യം വരും. നാലാമത്തെ വലിയ ദോഷമായി നമ്മുടെ ജ്യോതിഷത്തിൽ പറയുന്നത് വിരുന്നുകാരിലൂടെയോ അല്ലെങ്കിൽ പുറത്തുനിന്ന് നമ്മുടെ ഇല്ലങ്ങളിലേക്കെത്തുന്ന വ്യക്തികളിലൂടെയോ പടരുന്ന പരകായ ദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളുമാണ്. പഞ്ഞമാസമെന്ന് നമ്മൾ വിളിക്കുന്ന ഈ കർക്കടക മാസത്തിൽ നിങ്ങളുടെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി അതിഥികൾ വരികയും അവർ വന്നുപോയതിനുശേഷം കുടുംബത്തിൽ അനാവശ്യമായ വഴക്കുകളും കലഹങ്ങളും രോഗങ്ങളും കടുത്ത സാമ്പത്തിക ബുദ്ധിമുട്ടുകളും ഉടലെടുക്കുകയും ചെയ്യുന്നുവെങ്കിൽ അത് ദോഷത്തിന്റെ വലിയൊരു സൂചനയാണ്. ജ്യോതിഷ നിയമങ്ങൾ പ്രകാരം കർക്കടക മാസം എന്നു പറയുന്നത് വിരുന്നുകാരെ സ്വീകരിക്കാനോ പുതിയ സൗഹൃദങ്ങൾ സ്ഥാപിക്കാനോ അല്ലെങ്കിൽ പുതിയ ബിസിനസ് പങ്കാളികളെ കണ്ടെത്താനോ ഒട്ടും അനുയോജ്യമായ ഒരു സമയമല്ല. കാരണം ഈ കാലയളവിൽ പ്രകൃതിയിൽ നെഗറ്റീവ് ഊർജത്തിന്റെ സാന്നിധ്യം വളരെ കൂടുതലായിരിക്കും.
അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലേക്ക് വരുന്ന ചില വ്യക്തികളുടെ ജാതകത്തിലെ കടുത്ത ദോഷങ്ങളും അവരുടെ കൂടെയുള്ള ദൃഷ്ടിദോഷങ്ങളും വളരെ എളുപ്പത്തിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് ആവാഹിക്കപ്പെടാൻ സാധ്യതയുണ്ട്. അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ലെങ്കിൽ പോലും അവരുടെ ഗ്രഹപ്പിഴകൾ നിങ്ങളുടെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ദൃഢമായ ഐക്യം തകർക്കുകയും ദമ്പതികൾക്കിടയിൽ അനാവശ്യമായ അകൽച്ചയും മനോവിഷമങ്ങളും ഉണ്ടാക്കുകയും ചെയ്യും. പ്രത്യേകിച്ചും കർക്കടക മാസത്തിൽ സന്ധ്യാസമയത്തോ അല്ലെങ്കിൽ രാഹുകാലത്തോ വീട്ടിലേക്ക് കയറിവരുന്ന അതിഥികൾ ചിലപ്പോൾ വലിയ രീതിയിലുള്ള നെഗറ്റീവ് തരംഗങ്ങൾ ആ വീടിനുള്ളിൽ അവശേഷിപ്പിച്ചേക്കാം. ഇതിനുള്ള ഉത്തമമായ പരിഹാരമായി വിരുന്നുകാർ വന്നുപോയ ഉടൻ തന്നെ അവരിരുന്ന സ്ഥലവും വീടും ഉമ്മറവുമെല്ലാം ശുദ്ധമായ പച്ചവെള്ളത്തിൽ അല്പം കല്ലുപ്പും മഞ്ഞൾപ്പൊടിയുമിട്ട് തുടച്ചു വൃത്തിയാക്കണം. അന്തരീക്ഷത്തിലെ ഏത് കടുത്ത നെഗറ്റീവ് ഊർജത്തെയും കണ്ണുദോഷത്തെയും പൂർണ്ണമായി വലിച്ചെടുക്കാനുള്ള ഒരു അമാനുഷിക ശക്തി കല്ലുപ്പിനുണ്ട്. കൂടാതെ സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്ത് കർപ്പൂരം കത്തിച്ചു കാണിക്കുന്നതും ഗുഗ്ഗുലു പുകയ്ക്കുന്നതും പുറത്തുനിന്ന് വന്ന ദോഷങ്ങളെ മുഴുവൻ ഇല്ലാതാക്കാൻ സഹായിക്കും. വിരുന്നുകാർക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അതിൽ അല്പം നെയ്യ് ചേർക്കുന്നത് ദൃഷ്ടിദോഷം വരാതിരിക്കാൻ വളരെ നല്ലതാണ്. അതിഥികൾ യാത്രയായി കഴിഞ്ഞാൽ പൂജാമുറിയിൽ ഭക്തിയോടെ കർപ്പൂരാരതി നടത്തുന്നതും വീടിന്റെ ഉമ്മറപ്പടിയിൽ അല്പം തീർത്ഥജലം തളിക്കുന്നതും ഈ ദോഷത്തെ പൂർണ്ണമായി ശമിപ്പിക്കും. അഞ്ചാമത്തെ ലക്ഷണം അല്ലെങ്കിൽ ദോഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവനായ വളർത്തുമൃഗങ്ങളുടെ പെരുമാറ്റത്തിലൂടെ പ്രകടമാകുന്ന ദൃഷ്ടിദോഷങ്ങളും പ്രേതബാധകളും നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യവുമാണ്. നിങ്ങളുടെ ജീവനായി വളർത്തുന്ന പശു, നായ, പൂച്ച തുടങ്ങിയ മൃഗങ്ങൾ കർക്കടകമാസത്തിൽ അകാരണമായി അർദ്ധരാത്രികളിൽ നിലവിളിക്കുകയോ ഭയന്ന് പരക്കം പായുകയോ കൃത്യമായി ഭക്ഷണം കഴിക്കാതിരിക്കുകയോ പ്രകൃതിവിരുദ്ധമായി പെരുമാറുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് വലിയൊരു വിപത്തിന്റെ ലക്ഷണമാണ്. മനുഷ്യനേക്കാൾ വേഗത്തിൽ അന്തരീക്ഷത്തിലെ ആത്മീയമായ മാറ്റങ്ങളും നെഗറ്റീവ് ശക്തികളുടെ സാന്നിധ്യവും ദൃഷ്ടിദോഷങ്ങളും തിരിച്ചറിയാൻ മൃഗങ്ങൾക്ക് സാധിക്കുമെന്ന് ഹിന്ദു വിശ്വാസങ്ങളിൽ വളരെ വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. മൃഗങ്ങൾ രാത്രികാലങ്ങളിൽ ശൂന്യതയിലേക്ക് നോക്കി തുടർച്ചയായി കുരയ്ക്കുകയോ കരയുകയോ ചെയ്യുന്നത് ആ വീട്ടിലേക്ക് യമദേവന്റെ അല്ലെങ്കിൽ ദോഷദേവതകളുടെ ദൃഷ്ടി എത്തിക്കഴിഞ്ഞു എന്നതിന്റെ വലിയൊരു മുന്നറിയിപ്പാണ്. പുരാണങ്ങളിൽ മൃഗങ്ങളെ ദേവന്മാരുടെയും അസുരന്മാരുടെയും വാഹനങ്ങളായാണ് കണക്കാക്കുന്നത്. അതുകൊണ്ടുതന്നെ അവയ്ക്ക് പരലോക ശക്തികളെ കാണാനുള്ള ഉൾക്കണ്ണുണ്ടെന്നാണ് വിശ്വാസം. ഇതിനുള്ള പരിഹാരമായി മൃഗങ്ങൾ കിടക്കുന്ന തൊഴുത്തും പരിസരവും ദിവസവും വേപ്പിലയും കുന്തിരിക്കവും പുകച്ച് ശുദ്ധിയാക്കണം. കൂടാതെ ദിവസവും രാവിലെ മൃഗങ്ങൾക്ക് നൽകുന്ന ഭക്ഷണത്തിൽ അല്പം മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നൽകുന്നത് അവരെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങളിൽ നിന്ന് സംരക്ഷിക്കുകയും വീട്ടിലെ നെഗറ്റീവ് ഊർജത്തെ ഇല്ലാതാക്കാൻ സഹായിക്കുകയും ചെയ്യും. പശുക്കൾക്ക് ദിവസവും രാവിലെ അല്പം അകത്തിച്ചീരയോ അല്ലെങ്കിൽ തവിടോ നൽകി വണങ്ങുന്നത് വീട്ടിലെ വലിയ ഗ്രഹപ്പിഴകളെ മാറ്റാൻ സഹായിക്കും. നായ്ക്കൾക്ക് വൈകുന്നേരങ്ങളിൽ അല്പം ഭക്ഷണം നൽകുന്നത് ഭൈരവപ്രീതിക്ക് ഉത്തമമാണ്. ഇത് വീട്ടിലെ ദുർശക്തികളെ അകറ്റും. ആറാമത്തെ കടുത്ത ദോഷമായി നമ്മുടെ ജീവിതത്തിൽ കടന്നുവരുന്നത് നമ്മുടെ നാളെയെ മുഴുവൻ തകിടം മറിക്കാൻ കെൽപ്പുള്ളതും നമ്മുടെ പിൻതലമുറയുടെ ഭാവിയെപ്പോലും ദോഷകരമായി ബാധിക്കുന്നതുമായ പിതൃദോഷമാണ്. പവിത്രമായ ഈ കർക്കിടകമാസത്തിൽ നിങ്ങൾക്ക് രാത്രികാലങ്ങളിൽ ഭയപ്പെടുത്തുന്ന സ്വപ്നങ്ങൾ വരികയോ മൺമറഞ്ഞുപോയ നിങ്ങളുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളോ പൂർവികരോ നിങ്ങളെ ദേഷ്യത്തോടെ നോക്കുന്നതായി കാണുകയോ ചെയ്താൽ അത് നിസ്സാരമായി കാണരുത്. പാമ്പുകൾ നിങ്ങളെ വട്ടമിട്ടു നിൽക്കുന്നതായോ കടിക്കാൻ വരുന്നതായോ സ്വപ്നം കാണുക, അല്ലെങ്കിൽ നിങ്ങൾ വലിയ മലമുകളിൽ നിന്നോ ഉയർന്ന സ്ഥലങ്ങളിൽ നിന്നോ പെട്ടെന്ന് താഴേക്ക് വീണുപോകുന്നതായി തോന്നി ഞെട്ടി ഉണരുക, മരണവീടുകൾ അടിക്കടി നിങ്ങളുടെ സ്വപ്നങ്ങളിൽ കടന്നുവരിക എന്നിവയൊക്കെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ കുടുംബത്തിലുള്ള പിതൃദോഷത്തിന്റെ വലിയൊരു ലക്ഷണമാണ്. കേരള പഞ്ചാംഗപ്രകാരം കർക്കടകമാസത്തിലെ കറുത്ത വാവ് എന്ന് പറയുന്നത് മൺമറഞ്ഞുപോയ നമ്മുടെ പിതൃക്കൾക്ക് ഏറെ പ്രാധാന്യമുള്ള പുണ്യദിനമാണ്. ഈ സമയത്ത് നമ്മുടെ പൂർവികരുടെ ആത്മാക്കൾ ഭൂമിയിലേക്ക് വരുന്നുവെന്നാണ് നമ്മുടെ ദൃഢമായ വിശ്വാസം. ആ സമയത്ത് അവർക്ക് നൽകേണ്ട കൃത്യമായ ബലിതർപ്പണവും ശ്രാദ്ധവും നമ്മൾ നൽകിയില്ലെങ്കിൽ അവരുടെ ആത്മാക്കൾ അസംതൃപ്തരാകുകയും അത് നമ്മുടെ സ്വപ്നങ്ങളിലൂടെയും ജീവിതത്തിലെ വലിയ തടസ്സങ്ങളിലൂടെയും പ്രകടമാകുകയും ചെയ്യും. ഇത് നിങ്ങളുടെ വംശപരമ്പരയെയും സാമ്പത്തിക വളർച്ചയെയും കല്യാണ തടസ്സങ്ങളെയും സന്താനലബ്ധിയെയുമൊക്കെ ബാധിക്കുന്ന വലിയൊരു ദോഷമായി മാറാം. പിതൃക്കളുടെ ശാപവും കണ്ണീരും നിലനിൽക്കുന്ന വീട്ടിൽ ഒരിക്കലും ലക്ഷ്മീദേവി അനുഗ്രഹത്തോടെ വസിക്കില്ല. ഇതിനുള്ള ഉടനടിയുള്ള പരിഹാരമായി കർക്കടക വാവുബലി ദിവസം പുണ്യതീരങ്ങളായ തിരുനെല്ലിയിലോ ശംഖുമുഖത്തോ ആലുവ മണപ്പുറത്തോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള പുണ്യക്ഷേത്രങ്ങളിലോ പോയി പിതൃക്കൾക്കായി കൃത്യമായി എള്ളും പൂവും തീർത്ഥജലവും വെച്ച് ഭക്തിയോടെ ബലിതർപ്പണം നടത്തുക എന്നതാണ്. ഒപ്പം തന്നെ ഈ മാസം മുഴുവൻ ദിവസവും
രാവിലെ കുളിച്ച് ശുദ്ധിയായി നിങ്ങളുടെ ഇല്ലത്തിരുന്ന് രാമായണം ഭക്തിയോടെ പാരായണം ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും പിതൃക്കളുടെ ശാപത്തിൽ നിന്ന് മുക്തി നേടി അവരുടെ പൂർണ്ണമായ അനുഗ്രഹം എന്നും നിങ്ങളുടെ കൂടെയുണ്ടാകാൻ സഹായിക്കും. വീട്ടിൽ വിളക്കു കൊളുത്തി പിതൃക്കളെ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിക്കുന്നതും തിലോദകം അർപ്പിക്കുന്നതും ഈ വലിയ ദോഷത്തെ പൂർണ്ണമായി മാറ്റിയെടുക്കും. ഏഴാമത്തെയും അവസാനത്തെയും ദോഷം എന്നു പറയുന്നത് നമ്മുടെ വീട്ടുപറമ്പിലെ സസ്യങ്ങൾക്കുണ്ടാകുന്ന മാറ്റങ്ങളിലൂടെ പ്രകടമാകുന്ന വാസ്തുദോഷവും ഭൂമിദോഷവുമാണ്. കർക്കിടക മാസത്തിലെ കനത്ത മഴയ്ക്കിടയിലും നിങ്ങളുടെ പറമ്പിലെ തുളസിത്തറയിലെ തുളസി പെട്ടെന്ന് കരിഞ്ഞുണങ്ങിപ്പോകുക, അല്ലെങ്കിൽ വീട്ടിലെ തെങ്ങോ മറ്റു ഫലവൃക്ഷങ്ങളോ യാതൊരു കാരണവുമില്ലാതെ ഒടിഞ്ഞു വീഴുക, പറമ്പിൽ പെട്ടെന്ന് കൂണുകൾ അമിതമായി കറുത്ത നിറത്തിലോ അല്ലെങ്കിൽ വിചിത്രമായ രൂപത്തിലോ മുളച്ചു പൊന്തുക, വീടിന്റെ ചുവരുകളിൽ അകാരണമായി വലിയ വിള്ളലുകൾ പ്രത്യക്ഷപ്പെടുക എന്നിവയൊക്കെ കടുത്ത വാസ്തുദോഷങ്ങളുടെയും ഭൂമിദോഷങ്ങളുടെയും ലക്ഷണങ്ങളാണ്. ലക്ഷ്മി സ്വരൂപമായ തുളസി പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നത് ആ വീട്ടിൽ വലിയൊരു ഐശ്വര്യക്കേടും മരണതുല്യമായ കഷ്ടപ്പാടും രോഗങ്ങളും വരാൻ പോകുന്നു എന്നതിന്റെ വലിയൊരു സൂചനയാണ്. ഭൂമിദേവിയുടെ അസംതൃപ്തിയാണ് പറമ്പിലെ മരങ്ങൾ പെട്ടെന്ന് ഒടിഞ്ഞു വീഴുന്നതിലൂടെ കാണിക്കുന്നത്. പ്രകൃതി നമുക്ക് തരുന്ന അവസാനത്തെ മുന്നറിയിപ്പായി വേണം ഇതിനെ കരുതാൻ. ഇതിനുള്ള പരിഹാരമായി ഉണങ്ങിയ തുളസി വേരോടെ പിഴുതുമാറ്റി ആ സ്ഥാനത്ത് പുതിയ കൃഷ്ണതുളസിത്തൈ നടണം. കൂടാതെ ദിവസവും സന്ധ്യയ്ക്ക് തുളസിത്തറയിൽ നെയ്യ് വിളക്ക് ഭക്തിയോടെ കത്തിച്ച് 9 പ്രാവശ്യം വലം വെച്ച് പ്രാർത്ഥിക്കണം. പറമ്പിലെ വാസ്തുദോഷങ്ങളും ഭൂമിദോഷങ്ങളും മാറാൻ അല്പം മഞ്ഞൾ വെള്ളവും ഗംഗാജലവും പറമ്പു മുഴുവൻ തളിക്കുന്നതും വീടിന്റെ ഉമ്മറത്ത് ദൃഷ്ടിദോഷം മാറാനായി വെള്ളരിക്ക കെട്ടിത്തൂക്കുന്നതും ഉത്തമമാണ്. കൂടാതെ വീടിന്റെ വാസ്തുപുരുഷന് പ്രീതികരമായ പൂജകൾ മനസ്സിലാക്കി ചെയ്യുകയോ അല്ലെങ്കിൽ പൂജാമുറിയിൽ വാസ്തുയന്ത്രം സ്ഥാപിച്ച് ആരാധിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ കുടുംബത്തിന് വലിയ രീതിയിൽ ഗുണം ചെയ്യും. ഈ പറയപ്പെട്ട 7 കടുത്ത ദോഷങ്ങളും അവയുടെ ലക്ഷണങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഈ കർക്കിടക മാസത്തിൽ പ്രകടമാകുന്നുണ്ടെങ്കിൽ ഒട്ടും വൈകിക്കാതെ മുകളിൽ പ്രതിപാദിച്ച ആത്മീയ പരിഹാരങ്ങൾ ഭക്തിയോടെ ചെയ്യുക. കർക്കിടകമാസം എന്നാൽ കേവലം കഷ്ടപ്പാടുകളുടെ കാലഘട്ടം മാത്രമല്ല, മറിച്ച് നമ്മെ ആത്മീയമായി ശുദ്ധീകരിക്കുന്ന ഒരു പുണ്യകാലം കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പവിത്രമായ മാസത്തിൽ രാമായണ പാരായണത്തിന് നമ്മുടെ പൂർവികർ ഇത്രയധികം പ്രാധാന്യം കൽപ്പിച്ചിരിക്കുന്നത്. ശ്രീരാമചന്ദ്രന്റെ ജീവിതത്തിലെ കഠിനമായ പരീക്ഷണങ്ങളും അതിനെ അദ്ദേഹം ധീരമായി നേരിട്ടതുമായ പുണ്യകഥകൾ വായിക്കുന്നതിലൂടെ നമ്മുടെ മനസ്സിലെ നെഗറ്റീവ് ചിന്തകൾ മാറി പോസിറ്റീവ് ഊർജം നിറയുക തന്നെ ചെയ്യും. പൂർവികരുടെ അറിവുകളും ജ്യോതിഷപ്രവചനങ്ങളും പഞ്ചാംഗം നൽകുന്ന മുന്നറിയിപ്പുകളും അനുസരിച്ച് ജീവിച്ചാൽ ഈ കള്ളക്കർക്കടകത്തിലെ ഏത് കടുത്ത ദോഷങ്ങളെയും നമുക്ക് ഭയമില്ലാതെ മറികടക്കാനും കുടുംബത്തിൽ ഐശ്വര്യവും സമാധാനവും സുരക്ഷിതത്വവും നിലനിർത്താനും സാധിക്കും. ഈ കർക്കിടക മാസത്തിൽ നിങ്ങളുടെ കുടുംബത്തിൽ പ്രത്യേകമായി ചെയ്യേണ്ട വഴിപാടുകളെക്കുറിച്ചോ പൂജകളെക്കുറിച്ചോ വ്യക്തമായി അറിയണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ ജാതകപ്രകാരമുള്ള കടുത്ത ദോഷങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥനകൾ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലോ നിങ്ങളുടെ പേരും നക്ഷത്രവും ഈ വീഡിയോയുടെ താഴെയുള്ള കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നിങ്ങൾ നൽകുന്ന പേരുകളും നക്ഷത്രങ്ങളും ഉൾപ്പെടുത്തിവരുന്ന കറുത്ത വാവ് ദിവസത്തിലും ആയില്യം നാളിലും പ്രത്യേക ദോഷപരിഹാര പ്രാർത്ഥനകൾ നടത്തുന്നതായിരിക്കും. അതുകൊണ്ട് ഒട്ടും മടിക്കാതെ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും നക്ഷത്രവും കമന്റ് ചെയ്യുക. ഈ ആത്മീയമായ അറിവുകൾ നിങ്ങളിലേക്കെത്തിക്കാൻ ഞങ്ങൾ ചെയ്യുന്ന ഈ ചെറിയ ശ്രമം നിങ്ങൾക്കുപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ട ബന്ധുക്കൾക്കും ഈ കർക്കിടക ദോഷങ്ങളെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കാനും അവർക്ക് ജാഗ്രത പാലിക്കാനുമായി ഈ വീഡിയോ പരമാവധി ഷെയർ ചെയ്തു നൽകുക. ഇതുപോലുള്ള കൂടുതൽ ജ്യോതിഷ പ്രവചനങ്ങളും ആചാരപരമായ അറിവുകളും യഥാസമയം നിങ്ങളെ തേടിയെത്തുന്നതിനായി ഞങ്ങളുടെ ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെയുള്ള ബെല്ലൈക്കൺ കൂടി അമർത്തിയാൽ ഞങ്ങൾ പങ്കുവയ്ക്കുന്ന ഭക്തിസാന്ദ്രമായ വീഡിയോകൾ ഒന്നുപോലും വിട്ടുപോകാതെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ കർക്കിടക മാസം എല്ലാവർക്കും ദോഷമുക്തിയും ഭഗവത് അനുഗ്രഹവും ഐശ്വര്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. അതിനായി നമുക്ക് ദിവസവും രാമായണം പാരായണം ചെയ്യാം. വീടുകളിൽ സന്ധ്യാവിളക്ക് തെളിയിച്ച് ഈശ്വരചിന്തയോടെ മുന്നോട്ടു പോകാം. എല്ലാവർക്കും ഐശ്വര്യപൂർണമായ ഒരു കർക്കിടക മാസം ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.